കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക് ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1778 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങളെല്ലാവരും ഈ ചാപ്റ്ററിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്നറിയാം. അതുകൊണ്ട് അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിന്റെ പേര് എ ഫീഡിങ് നൈറ്റ്മെയർ എന്നാണ്. ആൻഡ് ചാപ്റ്ററിന്റെ കവർ പേജിൻ്റെ അകത്ത് ഒരു കാള നമ്മുടെ കിഡിനെ ഇട്ട് ഓടിക്കുമായിരുന്നു. അവന്റെ മുഖത്ത് ഇറക്കുന്ന ആ ഒരു റെഡ് കോട്ട് കാണണം തന്നെ. അങ്ങനെ ഈ ചാപ്റ്ററിലേക്ക് ഒഫീഷ്യലി കിടക്കാൻ നേരത്ത് നമ്മുടെ ഫ്രാങ്കി, നാമി, സാഞ്ചി, ജിമ്മിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ദൂരെ നിന്ന് ലൂഫി ഹേ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. ആ സമയത്ത് ജിമ്മെ പറഞ്ഞു ചെയ്യും, അല്ല അത് ലൂഫി അല്ലേ? അല്ല ഉസോ ബ്രോ, ഇവർക്കെന്ത് പറ്റി? ഇവരെ എന്തായാലും ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുവാണ്. അല്ല അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ടൈമിൽ തന്നെ ഫ്രാങ്കി ചോദിക്കുകയും ചെയ്യും, ലൂഫി ഒരു കൈ വേണോ? ഏയ് ഇപ്പം വേണമെന്നില്ല, പക്ഷേ എന്തെങ്കിലും പറ്റിയ ആവശ്യം വരും. എന്നാലും തൽക്കാലം കുറച്ച് ബാക്കിലേക്ക് നിങ്ങൾ മാറി നിൽക്ക്. കാര്യം ലോക്കി ശരിക്കും ഒരു വൈൽഡ് കാർഡ് തന്നെയാണ്. ആ സമയത്ത് സഞ്ജയ് പറഞ്ഞു, അത് കൊള്ളാം, അതാരാണ് ഇപ്പൊ പറയുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയൻസിന്റെ ഒരു ഷിപ്പ് കടലിൽ കൂടെ കാണാൻ സാധിച്ചിരുന്നു. അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇമേഴ്സ്ലി പവറുള്ള ഒരാളായിരുന്നു. എന്നാൽ ആരും ഇതുവരെ അതിന്റെ ക്യാപ്റ്റനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും ആ ഷിപ്പ് ആകെപ്പാട് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരുന്നത് വേൾഡ് ഗവൺമെന്റ് വെസൽസിനെ മാത്രമാണ്. ഈ ടൈമിൽ ലോക്കി വലിയൊരു അറ്റാക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ലൂഫി പറഞ്ഞു, ലോക്കി എനിക്കും കൂടെ എന്തെങ്കിലും വെച്ചേക്കണം. പക്ഷേ ഇമോന് ആ അറ്റാക്ക് ഒന്നും ഏറ്റില്ല. പുള്ളിക്കാരി അത് ഡോഡ് ചെയ്ത് എന്നിട്ട് പറയുകയും ചെയ്യും. അതേസമയം തന്നെ മറ്റൊരു റൂമർ കൂടെ കടലിലൂടെ പടരാൻ തുടങ്ങിയിരുന്നു. അത് ഒരു വലിയൊരു ഫ്ലൈയിങ് ബീസ്റ്റിനെ പറ്റിയായിരുന്നു. ഇമെൻസ് ആയിട്ടുള്ള സൈസ് ഉള്ളത്. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവളുടെ സൈസ് കാരണം ഇവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണല്ലോ. എന്തായാലും സത്യം ഇപ്പ പുറത്ത് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ലൂഫി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, നീ യുസോപ്പിനോടും ബ്രോക്കിനോടും ചെയ്തതിന് നീ ഉറപ്പായിട്ടും അനുഭവിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടേക്ക് വന്നപ്പോഴാണ് ഗുങ്കോന്റെ ശരീരത്തിൽ നിന്ന് എന്തോന്ന് പുറത്തേക്ക് ചാടിയത്. അത് കണ്ടപ്പോ ലൂഫിയുടെ കണ്ണ് തള്ളി പുറത്തു വന്ന്, അല്ല അതെന്ത് കോപ്പാണ്? റോക്സിനെ മായ്ച്ച് കളഞ്ഞതുപോലെ തന്നെ നിങ്ങളെന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരി എന്നിട്ട് ഒരു കോൺട്രാക്ട് അവിടെ തുടങ്ങുന്നുണ്ട്. അതായത് ഒരു ഡിമോണിക് കോൺട്രാക്ട്. തോയുടെ പറയുവാണ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പോർഷൻ തന്നുകൊണ്ട് നിങ്ങൾക്ക് അൺപ്രൈസബിൾ ആയുള്ള സ്ട്രെങ്ത് ലഭിക്കുന്നതാണ്. എന്നാൽ അതിന് എക്സ്ചേഞ്ചിനായി നിങ്ങളുടെ സോള് തമ്മിൽ തിരിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ഡോമി റിവേഴ്സി അവളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ലൂഫിയുടെയും ലോക്കിയുടെ ശരീരത്തിലേക്ക് അവളുടെ കൈ കുത്തിയിറക്കിക്കൊണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒന്നും തന്നെ സംഭവിച്ചില്ല. നീ എന്താണ് ചെയ്യുന്നത്? ഇത് വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലൂഫി അത് തട്ടിക്കളയുകയും ചെയ്യും. ആ ടൈമിൽ തന്നെ നമ്മുടെ ലോക്കി പറയും ചെയ്യും, റോക്സ് നീ റോക്സിനെ പറ്റി എന്താണ് പറഞ്ഞത്? ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ശരിക്കും. അപ്പോഴേക്കും ലൂഫി തൻ്റെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവൾ ശരിക്കും ചേർത്താണ്, അതുകൊണ്ട് ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇമു ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ലൂഫി അവൻ്റെ ബൂമിംഗ് ഡൗൺ ഗാറ്റ്ലിംഗ് യൂസ് ചെയ്ത് അവളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. അടുത്ത സെക്കൻഡിലൊക്കെ റാഗ്നർ എന്ന് വിളിക്കാൻ നേരത്ത് അത് ഹാമറായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ലോക്കി പറഞ്ഞു, ലൂഫി മുന്നിൽ നിന്ന് മാറാൻ നോക്കടാ. ആ ടൈമിൽ തന്നെ ലൂഫി പറഞ്ഞു, എടാ ഞാൻ ഇവിടെ തന്നെയുണ്ട്. പെട്ടെന്നാണ് ലോക്കി ഒരു ഒന്നാം തരം അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. ആ അറ്റാക്ക് കാരണം തന്നെ ഇമുന്റെ ശരീരം കംപ്ലീറ്റ്ലി ഫ്രീസായി പോകുന്നുണ്ട്. സോ അതാണല്ലേ നിന്റെ ഫിനിഷിംഗ് മൂവ്? അത് കൊള്ളാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ലൂഫിയുടെ എനർജിയൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി അവൻ ഗിയർ 5 എന്നൊക്കെ മാറി നേരെ താഴത്തേക്ക് വീണത്. നീ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിന്റെ സൈസ് വെച്ച് ഇതാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ കുറച്ച് പാടുപെട്ടെന്നും. പിന്നെ കാണിക്കുന്നത് എൽബഫിന്റെ ഫിഷിംഗ് വില്ലേജ് ആണ്. എത്ര പെട്ടെന്ന് തീ അണക്കാനായിട്ട് നോക്ക്. ആ മോൺസ്റ്റേഴ്സ് എന്തായാലും ഇപ്പൊ ഇവിടേക്ക് വന്നില്ല, ഈ കലാമിറ്റി ഒക്കെ തീർന്നിട്ടുണ്ട്. അതേസമയം ഹണ്ടിങ് വില്ലേജിലുള്ള ആൾക്കാർ പറയും ചെയ്യും, അപ്പോൾ ലോക്കിനെ പറ്റിയും കിങ് ഹാളിനെ പറ്റിയും നമ്മളെല്ലാം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ലോക്കി അവന്റെ മെസ്സൊന്നും ചെറുതൊന്നുമല്ലല്ലോ. ഇതേസമയം മറ്റൊരു സൈഡിൽ നാമി സ്യൂസിന്റെ സഹായത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന തീയൊക്കെ അണക്കെ ജിമ്മയും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെയുള്ള തീയൊക്കെ അണക്കുന്നുണ്ട്. എന്നാൽ വെഗാപങ്ങിന്റെ ആ ഒരു ODC കംപ്ലീറ്റ്ലി ലിമിറ്റിലെത്തി, അതുകൊണ്ട് അതിപ്പോ പ്രവർത്തിക്കുന്നുമില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെസ്റ്റ് വില്ലേജ് ആണ്. ആ സമയത്ത് തന്നെ ഡോറിയും ബ്രോഗൊക്കെ പറയും ചെയ്യും, അല്ല നമ്മളത് ചെയ്തോ? അവർ മറിഞ്ഞ് വീണില്ലെങ്കിൽ, ആ ഒരു വൈറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല എന്നാണ് അർത്ഥം. പക്ഷേ റീജറേറ്റ് ചെയ്താൽ അത് വീണ്ടും പ്രശ്നമല്ലേ? ആ ടൈമിൽ തന്നെ ബോധം വന്ന കുറച്ച് ജൈൻസ് പറയും ചെയ്യും, ചീഫ് ഞങ്ങളോട് ക്ഷമിക്കണം, ആ ഒരു ഡാർക്ക്നെസ് ഞങ്ങളെ കംപ്ലീറ്റ്ലി കുഴപ്പമൊന്നുമില്ല, ഞങ്ങളും അതിൻ്റെ അത് വീണ് പോയതല്ലേ. എന്നാൽ ഈ സമയത്ത് കുറച്ചധികം ജൈൻസിനൊന്നും ഒന്നും സംഭവിച്ചില്ലായിരുന്നു. അവർ വീണ്ടും റീജറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്യാപ്റ്റൻസ് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടെന്ന് പറയുമ്പോഴാണ് ഒരാളവിടേക്ക് ഓടി വന്നത്. ആ ടൈമിൽ തന്നെ സോറ പറയും ചെയ്യും, കുഴപ്പമില്ല അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴാണ് ചോപ്പർ അവിടേക്ക് വന്ന് എല്ലാത്തിൻ്റെ മുഖത്ത് ഒരടി വെച്ച് കൊടുത്തത്. അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു സാധനം പുറത്തേക്ക് വന്നിട്ട് അവരെല്ലാം പഴയ പോലെ ആകാനും തുടങ്ങി. സോറോ എടാ നീ എന്താണ് ചെയ്തത്?
എനിക്കറിഞ്ഞൂടാ, ഞാനൊരു തട്ട നിർത്ത് അവരുടെ ഡിമോണിഫിക്കേഷനൊക്കെ നോർമലി പോകുന്നുണ്ട്. ഹേ, അത് കൊള്ളാലോടാ. ചിലപ്പോ നീ ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും. പിന്നെ പോടാവുന്നു അങ്ങനെ പറയുന്നു വേണമെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. നീ എന്നെ ഹാപ്പി ആക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ ഹജറുദ്ദീൻ പറയും ചെയ്യും, അല്ല ബാക്കിയുള്ള സ്ഥലത്തോ? എൽബഫിന്റെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എനിമി എന്നിവ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ തീ എപ്പോഴും ചെറുതായിട്ടൊക്കെ പടരുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ എൽബഫി നിലനിൽപ്പുള്ളൂ. എനിമീസിന്റെ ഒക്കെ കംപ്ലീറ്റ്ലി അവർ ഡിസ്ട്രോയ് ചെയ്തെങ്കിലും ആ ഒരു തീ ഇപ്പോഴും കെട്ടിട്ടില്ലായിരുന്നു. അതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഔൾ ലൈബ്രറിയാണ്. അവിടേക്ക് സോളും റോബിനും എത്തി. അല്ല സോൾ, ഇവിടെ എന്താണ് ഈ സംഭവിച്ചത്? ഇവിടെ ഉറപ്പായിട്ടും തീ പടർന്നിരുന്നു. പക്ഷേ ഷെൽഫൊക്കെ കംപ്ലീറ്റ്ലി എം ടി ആണല്ലോ. അതുമാത്രമല്ല ഇവിടെ ഒരു പേജ് പോലും കത്തിയായിട്ട് കാണുന്നുമില്ലല്ലോ. അല്ല ബിബ്ലോ എന്തേ? ആ അവൾ ഇവിടെ ഇല്ലല്ലോ. ഞാനീ പറയുന്നത് ഒപ്റ്റിമിസ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഈ ബുക്സൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന്? അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവനിപ്പോൾ എവിടെയാണെന്ന് റോബിൻ ചോദിക്കുകയും ചെയ്യും. ഇതേ സമയത്ത് നമ്മുടെ സാഞ്ചി പറയും ചെയ്യും, നമ്മളെന്തായാലും ഒഫൻസിലേക്ക് ചാടിയപ്പോൾ കാര്യങ്ങളിലൊക്കെ കിടപ്പ് പെട്ടെന്ന് മാറിയിട്ടുണ്ട്. പിന്നല്ലാതെ പക്ഷേ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള വാറൊന്നുമല്ലായിരുന്നല്ലോ ഈ ഓർഗനൈസേഷന്. ആകെപ്പാടി 3 നൈറ്റ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നതല്ലോ. പക്ഷേ എങ്കിലും അവർ ഇമെൻസ്ലി സ്ട്രെങ്ത് തന്നെയാണ്. അവർ എൽബഫിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ. ഈ സമയത്ത് നെക്യുലിംഗം പറയും ചെയ്യും, അല്ല ഗ്രേറ്റ് വണ്ണിന് ഇതെന്ത് സംഭവിച്ചു? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഔട്ട്സ്കേറ്റ് ആണ്, വെസ്റ്റ് വില്ലേജിന്റെ. അവിടെ എന്തോ ഒന്ന് കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഷോമേസിന്റെ ശരീരഭാഗങ്ങളായിരുന്നു. അവന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഒരു കണക്കിന് അവന്റെ തലയൊക്കെ അവൻ യോജിപ്പിച്ച് എടുക്കുകയും ചെയ്യും. ഇതേ സമയം ലൂഫിക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ലോക്കി, എനിക്ക് വിശക്കുന്നു. ആ വില്ലേജിലേക്കിട്ട് അങ്ങനെ പോകാൻ നോക്ക്. ഞാനെന്തായാലും ഫുഡ് ക്യാരി ചെയ്യാറില്ല. അല്ല നിനക്ക് തന്നെയാണ് ഈ ലുക്ക്, വിയേർഡായിട്ടുള്ള ലുക്ക്. സ്ക്യൂറൽ, എനിക്ക് വിശക്കുന്നെന്ന് മാത്രമേ ലൂഫി പറയുന്നുള്ളൂ. അതേ സമയമാണ് ഇമോന്റെ ശരീരം പതുക്കെ പതുക്കെ അവിടുന്ന് മാഞ്ഞു പോകാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മെറി ജ്യൂസ് ആണ്, ഹോളി ലാൻഡ്. ആ ടൈമിൽ തന്നെ ഇമു പറയും ചെയ്യും, ഗൊറസെ. യെസ് ഗ്രേറ്റ് ഇമു, പറഞ്ഞോളൂ. കുറച്ച് നാളത്തേക്ക് ഹോളി ലാൻഡിൽ ഇമു കാണുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞ ഇമു കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. പക്ഷെ ഇങ്ങോട്ട് എന്തിന്? അതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. എന്നാലും നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നും ഇല്ലെന്നാണ് ഒഫീഷ്യലി അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ച തന്നെ സ്പോയിൽസും അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച തന്നെ നമുക്ക് വൺ പീസിന്റെ നെക്സ്റ്റ് ചാപ്റ്ററും കിട്ടുന്നതാണ്.